അഗത്തി ദ്വീപിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. നമ്മളെ തൊട്ടടുത്തുള്ള ഒരു 2-3 ദ്വീപുകൾ കാണാനാണ്. അങ്ങകലെയാണ് ബംഗാരം ബീച്ച്, ബംഗാരം ദ്വീപ് ഉള്ളത്. നമ്മൾ അഗത്തി ദ്വീപിൽ നിന്നും ഏതാണ്ട് 5-6 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. നീലാകാശവും നീലക്കടലും ക്ലിയർ ഭാഗം. നമ്മൾ ആ ഭാഗത്തുനിന്നാണ് വന്നത്. ഈ കാണുന്നോളം ബോട്ട് പോകുന്നതിൻ്റെ ഒപ്പമുള്ളതാണ്. തിര വേറെയുണ്ട്. ഇത് ബോട്ടിൻ്റെ ഓളം, ആ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ വിടുന്ന ഓളങ്ങളാണ്. ഇതിന് പുറമെ തിര വേറെയുമുണ്ട്. എവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കപ്പിത്താൻ വണ്ടി ഓടിക്കുന്നത്, ബോട്ട് ഓടിക്കുന്നത്. ഫ്രാങ്ക് ഇവിടെ ഈ ഇരിക്കുന്ന ആളാണ് ഈ ബോട്ടിൻ്റെ ഓണർ, ഫസൽക്ക. പോയിക്കൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറിലധികം ഓടാനുണ്ട്. ഇവിടെ എത്തുമ്പോൾ കടലിന് നല്ല കടും നീല വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നല്ല ലൈറ്റ് നീലയായിരുന്നു, ഇടയ്ക്ക് നല്ല പച്ച വന്നിരുന്നു. ഇപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു നീല നിറമാണ്. പല സ്ഥലത്തും പല നിറങ്ങൾ കടലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആഴക്കടലാണ്, ആഴക്കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരാളെ കാണുന്നില്ലേ, അയാളാണ് നമ്മളെ ഫ്രാങ്ക്. ഇങ്ങനെ ഫുൾ വെയിലും കൊണ്ടിട്ടാണ് പരിപാടി. ഞാൻ നേരത്തെ കാണിച്ചൊന്നുമില്ല, ബാക്കിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആള് അങ്ങേരാണ്. ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ടാണ് ഫുൾ പരിപാടി മൂപ്പര് ചെയ്യുന്നത്. ആ ഭാഗത്തായിട്ട് അങ്ങകലെയായിട്ടായിരുന്നു ബംഗാരം ദ്വീപുള്ളത്. അതായത് അഗത്തിയുടെ ഏതാണ്ട് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ബംഗാരം ദ്വീപുള്ളത്. ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള ലക്ഷദ്വീപിലെ ഏറ്റവും മികച്ച ദ്വീപായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. പുറത്ത് നോക്കി കാണാമെന്നല്ലാതെ അകത്ത് കയറാൻ പ്രവേശനമില്ല. സർക്കാർ നിയന്ത്രണത്തിലാണ്. ലക്ഷദ്വീപ് സ്പോർട്സ് അസോസിയേഷനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
Stop recording. എവിടെത്തി തിരുനഗരം എത്തിയോ? ഇല്ല 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 ഇത് സംഭവം സാൻഡ് ബാഗ് അത് ബംഗാറ് ഇത് സാൻഡ് ബാഗ് ഇത് സാൻഡ് ബാഗ്. മോദി വന്നിട്ട് ടീ കുടിച്ചില്ലേ മോദി വന്ന് പിന്നെ കുടിച്ച സ്ഥലം ഓ സാൻഡ് ബാഗ്, അതാണ് സാൻഡ് ബാഗ് അതിലുണ്ട്. ഇത് അത് ബംഗാരം. എവിടെയാണ് ബംഗാരം? സാൻഡ് ബാഗ് ബംഗാരം. ഈ കാണുന്നതാണ് ബംഗാരം ദ്വീപ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയൊക്കെ ഇവിടെ വന്ന് ഉഷാറാക്കി അലക്കിയിട്ട് പോയ സ്ഥലമാണ്. ഇതാണ് സാൻഡ് ബാഗ്. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളതായി കാണുന്നത് ബംഗാരം ദ്വീപാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ചെറിയൊരു ഗ്യാപ്പിലുള്ള ഒരു മണൽത്തിട്ടയുണ്ട്. ആ മണൽത്തിട്ടയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചിട്ട് ഞാൻ എടുക്കും. നമ്മളിവിടെ ബോട്ടുകൾ അടുപ്പിച്ചിട്ടുണ്ട്. ആ ബോട്ടുകളിലൂടെ അങ്ങോട്ട് കടന്നിട്ട് ഇങ്ങോട്ട് വന്നു. അവിടേക്ക് നമുക്ക് കയറാൻ പെർമിഷൻ ഇല്ല എന്നാണ് പറയുന്നത്. കയറി നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിഞ്ഞു. ഇങ്ങനെ നീളത്തിലുള്ളൊരു മണൽത്തിട്ടയാട്ടോ ഇത്. സാൻഡ് ബാഗ്, മണൽത്തിട്ട, തീരം എന്നൊക്കെ വേണേൽ പറയാം. അത് ഇതിൻ്റെ അടിയിൽ ചെറു മലയൊക്കെ ആയിരിക്കും. കടലിൻ്റെ അകത്തുള്ള മലകളാണല്ലോ ഇവിടെ ദ്വീപുകൾ അല്ലേ? കടലിൻ്റെ അകത്തുള്ള മലകളാണ്. അതിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് ജനവാസം അങ്ങനെ പലതായിട്ട് പോയി എന്നേ ഉള്ളൂ. ഇതാണ് ബംഗാരം ദ്വീപിൻ്റെ അടുത്തുള്ള സാൻഡ് ബാഗ്. സാൻഡ് ബാഗാണ്. വലിയൊരു മണൽത്തിട്ടയാണ്. മണൽത്തിട്ട എന്നൊക്കെ നമ്മളിങ്ങനെ പല ക്ലാസ്സുകളിലും വിഷയമൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ മണൽത്തിട്ടകളാരും അങ്ങനെ അധികം പോയിട്ടൊന്നും ഉണ്ടാവില്ല, ഈവൻ ടീച്ചേഴ്സ് പോലും. ഇതാണ് സംഗതി. ഇത് വലിയ മല ആയിരിക്കും. കടലിൻ്റെ അകത്തുള്ള ഓരോ കുന്നിൻ്റെ മേൽഭാഗങ്ങളാണ് ദ്വീപുകളായിട്ട് കാണുന്നത്. ബംഗാരം ദ്വീപാണ് അത്. ബംഗാരം ദ്വീപിൻ്റെ തൊട്ടടുത്തുള്ള മണൽത്തിട്ടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എടാ അവിടെ തിമിങ്കലുണ്ടാവേ. എടാ ഞണ്ട് കടിക്കടാ. ആമടാ ആമ. നമ്മളെ രസ്റ്റിനോരോ ഡയലോഗുകൾ കേട്ടോ. വെള്ളത്തിലൂടെ അങ്ങ് നടക്കാൻ നല്ല രസമുണ്ട്. ഞാനൊന്ന് ഓടി നോക്കി, നല്ല രസം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ് ബാഗ്, മണൽത്തിട്ട.
എന്താണ് മണൽത്തിട്ട അല്ലെങ്കിൽ ലഗൂണുകൾ എന്നൊക്കെ വിളിക്കാവുന്ന ശരിക്കും ഇതൊക്കെയാണ്. പവിഴദ്വീപ് എൻ്റെ ഭാഗമാണിത്. അറബിക്കടലിൽ ലക്ഷദ്വീപിൻ്റെ ഭാഗമായിട്ടുള്ള അഗത്തി ദ്വീപിനോടടുത്ത് അല്ലെങ്കിൽ ബംഗാർ, ഇതാ കാണുന്ന ബംഗാരം ദ്വീപിൻ്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള മണൽത്തിട്ടയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. വളരെ വലിയ മണൽത്തിട്ട കേട്ടോ. പക്ഷേ ഇവിടെ ഏതാണ്ട് മുട്ടിന് വെള്ളമുണ്ട്. നല്ല ക്ലിസ്റ്റർ വാട്ടറാണ്, തെളിഞ്ഞ വെള്ളം. പക്ഷേ ഉപ്പ് രസമുണ്ട്. ഉപ്പ് രസമുള്ള തെളിഞ്ഞ വെള്ളമാണ്. കണ്ടോ, കണ്ടോ, തെളിഞ്ഞ വെള്ളം. നല്ല വെള്ള മണലാണ്, സൂപ്പർ മണലാണ്, അടിപൊളിയാണ്. കുറേ ഉണ്ട്, ഏതാണ്ട് കിലോമീറ്ററുകളായിട്ട് ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുന്ന മണൽത്തിട്ട. പക്ഷേ വെള്ളമുണ്ട്. ചില ഭാഗത്ത് വെള്ളം കുറവാണ്. തിരയുണ്ട് കേട്ടോ, തിരയുണ്ട്, ചെറിയ തിരയും ഇതിൽ ഉണ്ട്. രസമാണ്, അടിപൊളിയാണ്. വേണമെങ്കിൽ ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. വെള്ളത്തിൽ ഫുട്ബോൾ കളിക്കാം. ആ Pause. Stop recording. Pause. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ ചാനൽ സപ്പോർട്ട് ഒരുപാട് വെറൈറ്റി കാഴ്ചകൾ നമുക്ക് കാണാനും അറിയാനൊക്കെ ഉണ്ട്. എൻ്റെ അനുഭവങ്ങളിലൂടെ എല്ലാവർക്കും കാണാനും ആസ്വദിക്കാനും പറ്റും. വേണ്ട തിരകൾ വരുന്ന ചെറിയ ചെറിയ തിരകൾ. നമ്മൾ തിന്നകരെ വെച്ചിട്ടുണ്ട്, ബോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. തിന്നകരെ ദ്വീപിലാണ് ഇപ്പോൾ ഉള്ളത്. ദ്വീപിൻ്റെ അകത്ത് അങ്ങനത്തെ ശേഷം ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആൾ താമസം ആകെ 2-3 ഫാമിലിയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. ഇപ്പം സമയം 1:20. എന്നോട് ഊർജ്ജമില്ല വീഡിയോ ചെയ്യാൻ. നമ്മൾ ചോറും കറിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഏത്തേട്ടന് പുട്ടും കടലയുമാണുള്ളത്. ഒരു കഷ്ണം പുട്ടും ഒരു കഷ്ണം ഇതും കൊടുക്കും, പൊറോട്ടയും കൊടുക്കല്ല. പിന്നെ ഏത്തേട്ട ഇതുപോലെ നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാ? നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ ഇനി ഇപ്പം എന്തോ തിന്നുണ്ട്. എൻ്റെ കയ്യിൽ ഓയിലുണ്ടാ. ബഹിരാകാശത്ത് പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പുട്ടും കടലയും. തിന്നകര ദ്വീപിൻ്റെ അകത്തുള്ളൊരു വീടാണ്. ഇങ്ങനത്തെ വീടുകളാണ് ഇവിടെ ഉള്ളത്. നല്ല സുഖമുണ്ട് നിൽക്കാൻ, ചൂടില്ല. തെങ്ങുകളുണ്ട്. Stop recording. Recording. ഒരു പരിപ്പ് കറി, പപ്പടം, പിന്നെ ചൂരക്കറി. ബുക്ക് ചെയ്തില്ല. ഇല്ലല്ല, ബുക്ക് ചെയ്തവർക്കാണ് കൊടുക്കേണ്ടത്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവർ തന്നെയാ? ഇവിടെ താമസിക്കുന്നവരാണോ? നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾക്കാണ് കൊടുക്കുന്നത്. Stop recording. Recording. നോക്കട്ടെ. Selected. ഉമ്മാൻ്റെ പേരെന്താ? Pause. സബീബത്ത്. Pause. Stop recording. നീര കിട്ടുന്ന സ്ഥലമുണ്ടോ അവിടെ? ഇല്ലെന്ന് പറഞ്ഞതാ. അല്ലേ, കരിക്കും കിട്ടില്ലല്ലേ? കരിക്ക് കിട്ടും ഉമ്മ. കരിക്ക് ഇല്ല അല്ലേ? തെങ്ങല്ല. പൈസ കൊടുത്തോടാ. വേറെ എന്താ ഉള്ളത്? ഇതല്ലാതെ ഉരുക്കി ഉണ്ടാക്കുന്ന അതെന്താ?
നെയ്യൊക്കെ തേങ്ങ കൊണ്ട് ആ എണ്ണ പുളിഞ്ഞിട്ട് അമ്മ തീമേല് വച്ച് മനസ്സിലായി ഇങ്ങനെ വറുത്തിട്ട് അല്ലേ പാല് തേങ്ങ ഒരു വെർജിൻ കോക്കനട്ട്. Disabled. Flash. അതിന്റെ തിന്നുന്ന ഒരു സാധനമില്ലേ അത് കഴിഞ്ഞ് ഡ്രൈ ആയിട്ടുള്ള പിരിഞ്ഞെടുക്കുന്ന ആ, സാധനം. അത് പീര. ഓക്കെ വരട്ടെ Home. Stop recording. ഇത് അവിടെ ഇത് ചുറ്റുഭാഗം ബീച്ച് തന്നെയാണ്. പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ബീച്ചാണ്. മണൽ കണ്ടാല് മണ്ണ് കണ്ടാലാണ് മനസ്സിലാക്കാൻ പറ്റുക. അല്ലെ രാത്രിയൊക്കെയാണ് ഒച്ചക്ക് സൈലൻ്റായി നിൽക്കുമ്പോൾ കേൾക്കുകയൊക്കെ ചെയ്യും. ഉണ്ടോ, ഒരു വീടാണ്. ഇങ്ങനെ 3-4 വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നടക്കുന്ന ഒരു പന്തലുണ്ട്. നല്ല രസമുണ്ട് നിൽക്കാൻ, ചൂടില്ല. ഇങ്ങനെയുള്ള മരം കൊണ്ടുള്ള സീറ്റുകളൊക്കെ ഉണ്ട്. ഈ ഒരു പന്തലിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ തിണ്ണകര ദ്വീപിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ ഫുഡ് ഉണ്ടാക്കി കൊടുക്കലാണ് ഇവരുടെ മെയിൻ പണി. Pause. Recording. അങ്ങനെ തിണ്ണകര ബീച്ചിൽ കുറച്ച് കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ സ്ഥലം വഴിയാണ് അടുത്ത ലൊക്കേഷൻ പിടിക്കാനുള്ള പരിപാടിയാണ്. വണ്ടി വെള്ളത്തിലുണ്ട്, ബോട്ട് വെള്ളത്തിലുണ്ട്. നമ്മൾ തിണ്ണകര ബീച്ചിനോട് വിട പറയാണ്. അവിടെ ആ ഭാഗത്ത് നമ്മൾ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്ത സ്ഥലമായിരുന്നു. നല്ല വെയിലാണ്, നല്ല വെള്ളമാണ്, നീലക്കടലുണ്ട്, നീലാകാശം ഇല്ല, നിറച്ചാകാശമാണ്. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് വന്നത്. നല്ല വെയിലാണ്, കട്ട വെയിലാണ്. നല്ല വെള്ളം, നല്ല കടൽ. അപ്പം ഏതാണ്ട് ഒരു പച്ച കളർ പോലെ തോന്നുന്നുണ്ട്. തിണ്ണകരയിൽ നമ്മൾ കണ്ട ആ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഫുഡ് കോർട്ട് നടത്തുന്നത് സേഫൊക്കെയാണ്. സേഫൊക്കെ നമ്മളെ കൂടെ കരയിലേക്ക് അഗത്തി ദ്വീപിലേക്ക് വരാം. ശരിക്കും അഗത്തി ദ്വീപുകാരാണ്. അവർ അവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. ആ ഒരു 3-4 ഫാമിലി, അതിൽ പ്രധാനപ്പെട്ട ആളാണ് സേഫുക്ക. ആ സേഫുക്ക നമ്മളെ കൂടെ അഗത്തിയിലേക്ക് വരുന്ന വഴിയാണ് നമ്മളോട് ഇത്രയും ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ളത്. സന്തോഷം.